അപ്പോൾ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയാണ് യുഎഇയിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ കുറേ പേർക്ക് പിന്നെയും കുറേ സംശയങ്ങളുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ജോലി കിട്ടിയത്, എന്തൊക്കെയാണ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മറ്റേ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, ഒരു 2 മാസത്തോളമായി തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ച് ലേറ്റായി, കാരണം ജോബിൻ്റെ ഒരു ഇതും പിന്നെ ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് ലേറ്റായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് ഇഷ്ടം പോലെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ യൂട്യൂബിലും കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രീ ഡേ കിട്ടിയപ്പോൾ നമുക്കിതിന് റിപ്ലൈ കൊടുക്കാം. കാരണം കുറേ പേര് ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്, ജോലി എങ്ങനെ കിട്ടും എന്നുള്ളൊരു ടെൻഷനും ഡൗട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ ചെയ്യണ വീഡിയോ ആണിത്. സോ ആ വീഡിയോയിൽ വന്ന കുറച്ച് ഡൗട്ട്സാണ് ഞാൻ ഈ വീഡിയോയിൽ തീർക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്നോട് എല്ലാവരും ചോദിച്ചത് CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ ഇതേ സംശയം എനിക്കും ഉണ്ടായിരുന്നു, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനും എല്ലാവരും ചെയ്യണ പോലെ നമ്മുടെ ജോലി കിട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ പറയും എങ്ങനെയാണ് CV പ്രിപ്പയർ ചെയ്ത്, എനിക്കൊരു CV പ്രിപ്പയർ ചെയ്യൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ CV എത്രത്തോളം സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റുമോ, അതായത് ഒരുപാട് കളറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. അപ്പോൾ CV എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തത് എന്നെക്കൊണ്ട് പറ്റണതും പിന്നെ എൻ്റെ സ്കിൽസും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് റിലേറ്റഡ് കാര്യം, ഞാൻ എൻ്റെ സ്കൂളിങ് തൊട്ടിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ഒരു CV ഉണ്ടാക്കി. ഞാൻ ഗൂഗിളിൽ തന്നെയാണ് പോയി ഉണ്ടാക്കിയത്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ഓരോരോ സൈറ്റുകൾ കിട്ടും. നമുക്ക് ഗൂഗിളിൽ തന്നെ നമുക്ക് CV പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ അതിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ അത് ഒന്നും കൂടി നമുക്ക് ചാൻസ് കൂട്ടി കിട്ടാനുള്ള ഒരു വഴിയാണ് ഈ ATS ഫ്രണ്ട്ലി CV ഉണ്ടാക്കുക. നമുക്ക് ഇപ്പോൾ പുറത്തൊരു ആളുടെ അടുത്ത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്തിട്ടോ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ CV ആണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ എത്തണ മുമ്പ് അവിടെ എത്തണം നമ്മുടെ CV ആണല്ലേ. അപ്പോൾ അത് എത്രത്തോളം സിമ്പിൾ ആൻഡ് പക്ഷെ നമുക്ക് അതിലെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണ ഒരു സംഭവമായിരിക്കണം നമ്മുടെ CV എന്ന് പറഞ്ഞത്. അതായത് അത്ര ആൾക്കാരെ അയക്കണതിൽ നമ്മുടെ CV എടുത്തവർ നോക്കണമെങ്കിൽ അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഒരു യുണീക്കായിട്ടുള്ള കാര്യം വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിറക്കണം എന്നുള്ളൊരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം, എന്നാലേ നമ്മൾ നോട്ട് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൈറ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൈറ്റുകൾ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതിലൂടെയൊക്കെയാണ് ഞാൻ CV ഉണ്ടാക്കിയത്. ഇനി അടുത്ത് എന്നോട് എല്ലാവരും ചോദിച്ച കാര്യം, ചേച്ചി സ്കിൽ മൗണ്ട് വെർത്താണോ, സ്കിൽ മൗണ്ടിൽ പഠിച്ചിട്ടാണോ ചേച്ചിക്ക് ജോലി കിട്ടിയത്, അല്ലെങ്കിൽ സ്കിൽ മൗണ്ട് വഴിയാണോ ചേച്ചിക്ക് ജോലി കിട്ടിയത്, അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എനിക്ക് സ്കിൽ മൗണ്ട് ആക്കി തന്നൊരു ജോലിയല്ല. ഞാനിത് ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇത് സ്വന്തമായി കണ്ടുപിടിച്ച ജോലിയാണ്, അങ്ങനെ പറയാം. കുറേ പേര് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെൻ്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആവുമല്ലോ ഇത് ഇവർ ആക്കി കൊടുത്ത ജോലിയാണോ എന്ന്. അപ്പോൾ അല്ല, ഇവർ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇന്ന സ്ഥലത്ത് ജോലി ഉണ്ട്, മീൻസ് ഇന്ന സ്ഥലത്ത് വേക്കൻസി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോബ് കണ്ടാൽ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുക, അതേപോലെ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലാണ്ട് ഇതിൽ വേറൊരു ബെനിഫിറ്റൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇവരല്ല എനിക്ക് ജോബ് സെറ്റാക്കി തന്നെ. ഇനി അടുത്തൊരു ഡൗട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഞാൻ BCom കഴിഞ്ഞ കുട്ടിയാണ്, അപ്പോൾ ഈ ഒരു വാറ്റിൻ്റെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടുമോ ചേച്ചി വേഗം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഈ വാറ്റിൻ്റെ കോഴ്സ് ചെയ്ത വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഇത് കാരണമല്ല എനിക്ക് ജോലി കിട്ടി. ഓക്കെ, ഇപ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് ആണെച്ചാലും വാറ്റ് ആണെങ്കിലും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതിനൊരു ബേസിക് കിട്ടുക എന്നുള്ളൊരിത്
എനിക്ക് ഈ കോഴ്സ് ചെയ്തപ്പോൾ ചില ബേസായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഈ കോഴ്സ് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ അല്ല. നമുക്ക് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ, ഇപ്പോൾ യൂട്യൂബ് തന്നെ ഇഷ്ടം പോലെ നമുക്ക് വീഡിയോ, നമുക്ക് ജസ്റ്റ് UAE VAT അല്ലെങ്കിൽ UAE കോർപ്പറേറ്റ് ടാക്സ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇഷ്ടം പോലെ ടോപ്പിക്സ്, വേറെ വേറെ ആൾക്കാർ ചെയ്ത കണ്ടൻറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു ഇത് വേണമെച്ചാൽ തോന്നും. ഓക്കെ, എന്നാലും നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, ഫ്രഷർക്ക് എങ്ങനെയാണ് UAE വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളൊരിതാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് കുറച്ചായി, ഞാനും ഇവിടെ ഒരു ഫ്രഷറാണ്. നാട്ടിലൊരു 6 മാസം വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ഒരു ഇതും അറിയില്ല. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് ഒരു കാര്യം പറയുള്ളൂ, ഇവിടെ വന്ന് മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതന്നെ വേണമെന്ന് പറഞ്ഞിരിക്കാണ്ട്, ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ മെയിനായിട്ട് ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സെയിൽസിൻ്റെ ജോബിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന സ്ട്രീം തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കാണ്ട് നമ്മളിങ്ങനെ കുറേ, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, അത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ, അതും നമ്മൾ ഉദ്ദേശിച്ച ഫീൽഡിലൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞത് ടാസ്ക് തന്നെയാണ്. അപ്പോൾ ചിലർക്ക് ലക്ക് കൊണ്ട് കിട്ടും, അപ്പോൾ അതല്ല കുറേ പേർക്ക് നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ഫീൽഡ്, ഇപ്പോൾ സെയിൽസ് ആണെച്ചാലും നമുക്ക് പിന്നീട് മാറാം എന്നുള്ളൊരു, പിന്നീട് നമുക്ക് ഒരു ജോലി കിട്ടിയതിന് ശേഷം കുറച്ച് എക്സ്പീരിയൻസ് ആയ ശേഷം പിന്നീട് നമുക്ക് മാറാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ നമുക്കൊരു ഫീൽഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വേഗം തന്നെ ജോലി കിട്ടും. പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ച കാര്യം, UAE വിസിറ്റിംഗ് വിസയിൽ വന്ന് 2 മാസം കൊണ്ട് തന്നെ ചേച്ചി ജോലി കിട്ടുമെന്ന് ഉറപ്പാണോ എന്ന്. ഇത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നമ്മുടെ ടൈം അനുസരിച്ചിരിക്കും. ഓക്കെ, ഈ നോൽമ്പ് കാലത്തൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫോർ ഷുവർ ഇവിടെ അധികം ഓപ്പണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കി, മീൻസ് അതൊക്കെ നോക്കി വരികയാണെങ്കിൽ സെറ്റാണ്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ സ്ഥലത്ത് വേറെ സ്ഥലത്തായിരിക്കും ഇൻ്റർവ്യൂ. നമ്മൾ പോകുമ്പോൾ എങ്ങനെ എത്തിപ്പെടുന്ന പോലെ നമുക്കറിയില്ല. പിന്നെ അപ്പോൾ അതിനൊക്കെ കുറേ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് സമയം നോക്കി വരിക, വന്നിട്ട് മാക്സിമം എഫേർട്ട് എടുക്കുക. അല്ലാണ്ട് നമുക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകാന്നല്ലാണ്ട് അതിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഇവിടെ വന്നിട്ട് ജോബ് അപ്ലൈ ചെയ്യുക, CV എല്ലാവിടെയും ഡ്രോപ്പ് ചെയ്യുക, മാക്സിമം നമുക്ക് ഇൻ്റർവ്യൂ കിട്ടണം എന്നുള്ളൊരു മോട്ടീവിൽ വരാം. അപ്പോൾ അങ്ങനെ ഒരു എയിം ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടാതെ പോവില്ല. പിന്നെ നമുക്കൊരു ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഫ്രഷറാണ്, അപ്പോൾ നിങ്ങളെങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം എന്തായാലും വരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്ത ആളാണെങ്കിൽ എനിക്ക് അപ്പോൾ തുറന്ന് പറയുക, മീൻസ് ലൈക്ക് എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഈ ഒരു ജോബ് നാട്ടിൽ ചെയ്ത എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക. അങ്ങനെ കുഞ്ഞു ഒരു ഹാക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്നോട് ചോദിച്ചത് ഇവിടുത്തെ ഇൻ്റർവ്യൂ എങ്ങനെയാണ്, എത്ര റൗണ്ട് ഉണ്ടാവും എന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടഫ് ലെവൽ, അത്യാവശ്യം ടഫല്ല, ഒരു മീഡിയം ടു അങ്ങനെ ഒരു ലെവലിലാണ്. പിന്നെ ഇൻ്റർവ്യൂ എത്ര ലെവൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഓരോരോ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ചിലവിടെ 3 ലെവലുണ്ടാവും, ചിലവിടെ ഫസ്റ്റ് ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ, ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലവിടെ 2 ഇൻ്റർവ്യൂ ഉണ്ടാവും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ നമ്മൾ ഏകദേശം എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ ഒരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് 2 ഇൻ്റർവ്യൂ പോലെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് എല്ലാവരും മടിച്ച് നിൽക്കണം, അയ്യോ ഇതെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഇംഗ്ലീഷിൽ സംസാരിച്ച്, ചേച്ചി ഇവിടെ നാട്ടിൽ നന്നായി ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് അവിടെ പോയി ഇതാക്കിയതാണോ, അല്ലെങ്കിൽ അവിടെ പോയി പഠിച്ചതാണോ, എങ്ങനെയാണ് ചേച്ചി ഇംഗ്ലീഷിൻ്റെ കാര്യം? അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു തപ്പലും പിടുത്തവും ഒക്കെ ഉണ്ടാവും. ഫോർ ഷുവറാണ് അതങ്ങനെയാണ്. പക്ഷേ
ഇംഗ്ലീഷിലല്ല കാര്യം ഇരിക്കണം, നമ്മുടെ കോൺഫിഡൻസിലാണ് ആ ഒരു കാര്യം ഇരിക്കണം. അപ്പോൾ തട്ടിയും മുട്ടിയും പറയാൻ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയുണ്ടാവും. കാരണം നമ്മളിത് LKG തൊട്ട് കേട്ട് എഴുതി, നമ്മളധികം സംസാരിച്ചില്ലെങ്കിലും കേട്ട് എഴുതി പരിചയപ്പെട്ട് വരുന്ന ഒരു ലാംഗ്വേജ് ആണല്ലോ ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രാത്രി കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങില്ല. പക്ഷേ ഇൻ്റർവ്യൂ പോകുമ്പോൾ അവരൊരു മലയാളി ആണെങ്കിലും നമ്മുടെ അടുത്ത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പേടി കൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും നമുക്ക് വേണം. അതെന്തായാലും നമുക്ക് ഇൻ്റർവ്യൂവിൽ അത്രയും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ ഇവിടെ വന്നൊരു ജോലിയൊക്കെ കിട്ടിയിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും മലയാളി ആയിരിക്കണം എന്നില്ല. അപ്പോൾ അവരോട് നമുക്ക് വേറെ കമ്മ്യൂണിക്കേഷൻ വേറെ ഒന്നും പറ്റിയില്ലെങ്കിൽ എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ച് കുറച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കുറച്ചല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് എന്നുള്ളൊരു ഇത് അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കോൺഫിഡൻസോടെ നമുക്ക് എന്തൊക്കെ അറിയാം, നമുക്ക് സബ്ജക്റ്റ് നോളജ് ഉണ്ടോയെന്ന് അവർ നോക്കും. അപ്പോൾ അതൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ അത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് തന്നെ ആയിരിക്കും. പിന്നെ എന്നോട് എല്ലാവരും ചോദിച്ചത്, ചേച്ചി അക്കൗണ്ടൻറ്റിൻ്റെ പണി എന്താണ്, ഇവിടെ എന്താണ് സംഭവം നിങ്ങൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ഇല്ല, ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ ഉള്ള ആൾക്കാരായിരിക്കും എന്നോട് ചോദിച്ചിട്ടുണ്ടാവാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് പോവുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യവും നമ്മൾ തന്നെയാണ് ഒരു കമ്പനിയിലത്തെ ചെയ്യേണ്ടത്. നമ്മൾ ചിലപ്പോൾ ജൂനിയർ അക്കൗണ്ടൻ്റായി പോവുകയാണെങ്കിൽ നമുക്കൊരു സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ കീഴെ നമുക്ക് അവർ ജസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ കമ്പനിയുടെ കാര്യം മാത്രമാണ്. പക്ഷെ ഓരോരോ കമ്പനിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളത് പഠിക്കണം. വെറുതെ നമ്മൾ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കുക എന്നുള്ള രീതിയിലല്ലാണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, എന്നാലേ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ ഇനി മിക്കവാറും ഒരു പാർട്ട് 3 വീഡിയോയും കൂടി ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള രീതിയിൽ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.